നിപ സ്ഥിരീകരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രാമനാട്ടുകര സ്വദേശിയായ 43-കാരന്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. സമ്പർക്ക പട്ടികയിലുള്ള 4 പേരെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പുതുതായി 13 പേരെ കൂടി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ദീപക്, ഇന്നലെ റൂട്ട് മാപ്പ് പുറത്തുവിട്ടതിന് പിന്നാലെ സമ്പർക്ക പട്ടിക അതിലെ അംഗങ്ങൾ, അതിലെ ആളുകളുടെ എണ്ണം കൂടുന്നുണ്ട്. ഇതിപ്പോൾ 13 പേര് കൂടി കൂട്ടിച്ചേർത്തു എന്നറിയുന്നു. എന്താണ് അതിനെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ? ഒപ്പം തന്നെ നിപ ബാധിതന്റെ ആരോഗ്യനില, അതിലെ വിശദാംശങ്ങൾ കൂടി. പ്രജിൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമ്പർക്ക പട്ടികയിലേക്ക് കൂടുതൽ പേർ വരുന്നു എന്നുള്ളതും സമ്പർക്ക പട്ടികയിൽ നിന്നും 4 പേർ കൂടി മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്ക് എത്തി എന്നുള്ളതാണ്. അതാണ് ഏറ്റവും നിർണായകം. ഇതിൽ 4 പേർക്ക് രോഗലക്ഷണത്തോടുകൂടി, അതായത് രോഗമാണെന്ന് സ്ഥിരീകരിക്കാൻ പറ്റില്ല, അതിനുള്ള സ്രവമെടുക്കൽ ഇന്ന് നടക്കുകയുള്ളൂ. പക്ഷേ 4 പേർക്ക് ഈ സമാന സ്വഭാവത്തിൽ, അതായത് ജലദോഷം, പനി ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങളോടുകൂടി ഇന്ന് ഈ സമ്പർക്ക പട്ടികയിലെ ഹൈ റിസ്ക് ഗ്രൂപ്പിൽപ്പെട്ടവരെ 4 പേരെയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നത്. മറ്റൊന്ന്, പുതുതായി 13 പേരെ കൂടി സമ്പർക്ക പട്ടികയിൽ പെടുത്തിയിരിക്കുന്നു. അവരാണെങ്കിൽ കുറഞ്ഞ റിസ്ക് വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇതോടെ ഉയർന്ന റിസ്കിൽപ്പെട്ട 4 പേർ, അതുപോലെ അതിനുശേഷമുള്ള, അതായത് ഏറ്റവും കൂടുതൽ റിസ്കിൽപ്പെട്ടവർ 4 പേരും, ഉയർന്ന റിസ്കിൽപ്പെട്ട 14 പേരും, കുറഞ്ഞ റിസ്കിൽപ്പെട്ട 82 പേരുമാണ് ഇപ്പോൾ സമ്പർക്ക പട്ടികയിലുള്ളത്. 100 പേർ, അതായത് ഒരാൾക്ക് രോഗം ബാധിച്ചപ്പോൾ 100 പേർ സമ്പർക്ക പട്ടികയിൽ ഇതിനകം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ ആരോഗ്യമന്ത്രി 24-നോട് പറഞ്ഞിരുന്നു ഇതിൽ സമ്പർക്ക പട്ടിക നീളാൻ സാധ്യതയുണ്ട് എന്ന്. രോഗം സ്ഥിരീകരിച്ച വേളയിൽ തന്നെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞതാണ്. പക്ഷെ ഇപ്പോൾ സമ്പർക്ക പട്ടിക നമ്മൾ പ്രതീക്ഷിച്ചതിലും വലുതായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ 4 പേരെ ആണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. മറ്റൊരു ആശ്വാസ വാർത്ത, ഇതിൽ നേരത്തെ ഇന്നലെ സ്രവ പരിശോധന നടത്തിയ 3 പേർ സമ്പർക്ക പട്ടികയിലുള്ള ബന്ധുക്കളായിരുന്നു. അവർക്ക് നെഗറ്റീവാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സ്രവ പരിശോധനയിൽ കണ്ടത് എന്നുള്ളത് മാത്രമാണ് ഇതിൽ ആശ്വാസകരമായ കാര്യം. എന്നാൽ അതേ സമയത്ത് നിപ്പ രോഗി അതീവ ഗുരുതരമായി വെന്റിലേറ്ററിൽ തുടരുകയാണ്. പ്രജിൻ, ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.